നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രത്തെ സെലൻസ്കിയുടെ മുഖഭാവത്തോടെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ചിത്രം വൈറലായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. ട്രംപ് അധികാരത്തിൽ എത്തിയതോടെ സെലൻസ്കിയെ പോലെ ഡീപ് സ്റ്റേറ്റിന്റെ വാലാട്ടിയായ രാഹുൽ ഗാന്ധിക്കും കഷ്ടമുള്ള നാളുകളാണ് വരാനിരിക്കുന്നത് എന്നാണ് വിലയിരുത്തലുകൾ. അതിന്റെ അടിസ്ഥാനത്തിലാണ് സെലൻസ്കിയുടെ മുഖഭാവത്തിലുള്ള രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങൾ പ്രചരിക്കുന്നത്. വെറും നാടകാഭിനയക്കാരനായ സെലൻസ്കിയെ ഉക്രൈൻ പ്രസിഡന്റാക്കിയത് അമേരിക്കയിലെ ഡെമോക്രാറ്റ് പാർട്ടി നേതാക്കൾക്ക് പിടിപാടുള്ള ഡീപ് സ്റ്റേറ്റ് എന്ന അമേരിക്കയുടെ സമാന്തര അധികാര സിൻഡിക്കേറ്റ് ആണ്. തങ്ങൾക്കിഷ്ടമില്ലാത്ത ഭരണത്തെ അട്ടിമറിച്ച് താളത്തിനൊത്തു തുള്ളുന്ന പാവകളെ അധികാരത്തിൽ വാഴിക്കുന്നത് ഡീപ് സ്റ്റേറ്റിന്റെ സ്ഥിരം കലാപരിപാടിയാണ്. അതിന്റെ ഭാഗമായി ഉക്രൈനിൽ പ്രസിഡന്റായി അവരോധിക്കപ്പെട്ട നാടകക്കാരനാണ് സെലൻസ്കി. ഇദ്ദേഹത്തെ അധികാരത്തിൽ കയറ്റിയതിനു പിന്നിൽ ഡീപ് സ്റ്റേറ്റിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഇല്ലാതാക്കുകയായിരുന്നു. പക്ഷെ ആ ലക്ഷ്യം അന്ത്യത്തിലെത്തും മുൻപ് US പ്രസിഡന്റായ ഡെമോക്രാറ്റുകളുടെ നേതാവ് ജോ ബൈഡൻ വീണു. ഇപ്പോഴിതാ ഡെമോക്രാറ്റുകളുടെ ശത്രുവായ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ട്രംപ് എത്തിയതോടെ കാര്യങ്ങൾ ലോകമെങ്ങും മാറുകയാണ്. പണ്ട് ഡീപ് സ്റ്റേറ്റിന്റെ വാലാട്ടികളെല്ലാം പാഠം പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. കാനഡയിൽ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അധികാരത്തിൽ നിന്നും പുറത്തായതല്ല, ട്രംപിന്റെ സമ്മർദ്ദമേറിയപ്പോൾ ട്രൂഡോയെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ തന്നെയാണ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ ആവശ്യപ്പെട്ടത്. നിവൃത്തിയില്ലാതെ ട്രൂഡോ പുറത്തുപോയി. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ട്രംപുമായി ചർച്ചകൾക്ക് വിളിച്ച സെലൻസ്കിയുടെ പല ഡയലോഗുകളും ട്രംപിനും അനുയായികൾക്കും പിടിച്ചില്ല. റഷ്യയുമായി യുദ്ധമല്ല, സമാധാനമാണ് വേണ്ടതെന്ന ട്രംപിന്റെ അഭിപ്രായത്തെ സെലൻസ്കി എതിർത്തതോടെയാണ് വഴക്ക് മൂത്തത്. അവർ പ്രതികരിച്ചതോടെ പിടിച്ചു നിൽക്കാനാവാതെ സെലൻസ്കി കസേര വിട്ട് ഇറങ്ങിപ്പോയി എന്ന വാർത്തയാണ് പുറത്തു വന്നത്. ഇതോടെ സെലൻസ്കി എന്ന നാടകക്കാരന്റെ പ്രസിഡന്റ് കസേരയും തെറിച്ചേക്കുമെന്നറിയുന്നു. മാത്രമല്ല, ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ വലിയ വഴിത്തിരിവുണ്ടാക്കാൻ സാധ്യതയുണ്ട്. സെലൻസ്കിയുമായുള്ള ചർച്ചയുടെ വീഡിയോ ട്രംപ് സർക്കാർ പുറത്തുവിട്ടതും ലോകത്തിന് വരാൻ പോകുന്ന മാറ്റത്തിന്റെ സന്ദേശമാണ് നൽകുന്നത്. സെലൻസ്കിയുടെ കാലം കഴിഞ്ഞ് 3 വർഷമായി നൽകിയിരുന്ന പിന്തുണ ട്രംപ് സർക്കാർ പിൻവലിച്ചിരിക്കുകയാണ്. ഇനി റഷ്യയ്ക്കൊപ്പം നിന്ന് ഉക്രൈനെ നേരിടാനാണ് ട്രംപ് സർക്കാരിന്റെ ലക്ഷ്യം. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയ ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥികളുടെ കലാപവും കൃത്യമായ ഡീപ് സ്റ്റേറ്റ് പണമിറക്കി കളിച്ച് സൃഷ്ടിച്ച ഒന്നാണ്. കൃത്യമായി പറഞ്ഞാൽ, ഒരു രാജ്യത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെ പണം നൽകി വിദ്യാർത്ഥികളെ കൊണ്ട് കലാപമുണ്ടാക്കി സൈന്യത്തെ ചൂഷണം നടത്തി നേടിയ ഡീപ് സ്റ്റേറ്റിന്റെ വിജയമാണ്. ഷെയ്ഖ് ഹസീന നാട് വിട്ടോടിപ്പോയതിന്റെ പിറ്റേന്ന് തന്നെ ഡീപ് സ്റ്റേറ്റിന്റെ ഏറെക്കാലത്തെ ഏജന്റായിരുന്ന മുഹമ്മദ് യൂനിസിനെ ഇടക്കാല സർക്കാരിന്റെ ചുമതലക്കാരനാക്കുകയും ചെയ്തു. ഷെയ്ഖ് ഹസീനെ അട്ടിമറിച്ചതിന് പിന്നിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയും ഡീപ് സ്റ്റേറ്റിനെ സഹായിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് സൈന്യത്തെ തങ്ങൾക്കൊപ്പം ഡീപ് സ്റ്റേറ്റ് നിർത്തിയത് അങ്ങനെയാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ മോദിയോട് ബംഗ്ലാദേശിനെ മോദിക്ക് വിട്ടുതരുന്നു എന്ന ട്രംപിന്റെ പ്രസ്താവനയുടെ അർത്ഥവും വൈകാതെ പുറം ലോകത്തിന് മനസ്സിലാകുമെന്ന് കരുതുന്നു. കാരണം ഡീപ് സ്റ്റേറ്റ് എന്ന ഗൂഢസംഘത്തിന് തൽക്കാലം ചെങ്കോൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ഇന്ത്യയിൽ ഡീപ് സ്റ്റേറ്റിന്റെ പ്രതിനിധിയായ രാഹുൽ ഗാന്ധിക്കെതിരെ ഇതിന് പിന്നിലെ ട്രോളുകൾ നിറയുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ കാലവും ട്രംപ് വന്നതോടെ ഇന്ത്യയിൽ തീർന്നിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ട്രോളുകൾ. ഇതിനായി സെലൻസ്കിയുടെ മുഖഭാവത്തോടെയുള്ള രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ നിൽക്കുന്ന ചിത്രങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട്. ഡീപ് സ്റ്റേറ്റിന്റെ പിടി ഇന്ത്യയിൽ അയഞ്ഞു എന്നതിന് ഉദാഹരണമാണ് ചില സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. ഒന്ന്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയെ അട്ടിമറിക്കാൻ അമേരിക്കയിൽ നിന്ന് US എയ്ഡ് എന്ന രീതിയിൽ $2.1 കോടി ഒഴുകിയിരുന്നു. ഇക്കാര്യം ട്രംപ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ഡെമോക്രാറ്റുകൾക്ക് ഇഷ്ടമുള്ള ഒരാളെ പ്രധാനമന്ത്രിയാക്കാനാണ് ഈ തുക ഇന്ത്യയിൽ ചെലവഴിച്ചതെന്നും ട്രംപ് പരസ്യമായി പ്രസ്താവിച്ചിരുന്നു. അദാനിയെ തകർക്കാൻ വേണ്ടി 2 റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ച ഹിഡൻബർഗ് റിസർച്ച് എന്ന സ്ഥാപനം പൂട്ടിക്കെട്ടാൻ അതിന്റെ ഉടമസ്ഥനായ നെയ്റ്റ് ആൻഡേഴ്സൺ പ്രഖ്യാപിച്ചതും മറ്റൊരു സംഭവമാണ്. ഇത് രണ്ടും രാഹുൽ ഗാന്ധിക്ക് ഏറ്റ ആഘാതങ്ങളാണ്. ഈ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിനെതിരായ ട്രോളുകൾ ഉയരുന്നത്. വരാനിരിക്കുന്ന നാളുകൾ രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ കഷ്ടകാലത്തിൻ്റെതായിരിക്കും എന്നാണ് വിലയിരുത്തലുകൾ. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.